എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കി കാണിച്ചു. ഈ ടൊമാറ്റോ സോസ് സോസുകളെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന വല്ലതും സാധാരണ നമ്മൾ ചേർക്കില്ലല്ലോ. നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളത് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ, അല്ലേ? അപ്പോൾ അതേസമയം നമ്മൾ പുറത്ത് പോയി കഴിക്കുവാണെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല. അവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് പലതും ഒക്കെ ആഡ് ചെയ്യും. പക്ഷെ അത് നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് വയർ അപ്സെറ്റ് ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. ഉടനെ ഉണ്ടായില്ലെങ്കിലും ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇത് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുന്നതാണ്, കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ. അപ്പോൾ അതൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന്, പിന്നെ വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞ പോലെ വല്ലപ്പോഴും പോയി കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. നമ്മൾ എപ്പോഴും വീട്ടിലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിക്കാം. അത് വല്ലപ്പോഴും മാത്രം. അപ്പോൾ സോസ് പൊതുവെ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കി കാണിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചില്ലി സോസും സോയാ സോസും ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സോയാ സോസാണ്. സോയാ സോസിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി സോയാ സോസ് ഉണ്ടാക്കാനായിട്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, വെള്ളം വേണം, ഒരു നുള്ളു ഉപ്പ് വേണം, പിന്നെ വേണ്ടത് വിനീഗറാണ്. ഇത്രയും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് സോയാ സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ സോയാ സോസ് നമുക്ക് കടയിൽ പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ കുറച്ച് സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാം. ഇത് ഫ്രൈഡ് റൈസിനകത്തൊക്കെ കുറച്ചൊഴിക്കുന്നത് നല്ലതാണ്, ഒരു ചെറിയ കളറായി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചില്ലി ഗോബി ആണെങ്കിലും ഗോബി മഞ്ചൂരിയൻ ആണെങ്കിലും ഒക്കെ ഇതിനകത്ത് ഈ സോയാ സോസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചേർക്കുന്നത് ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് സമയം മതി, ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. വരും, ഞാനിപ്പോൾ കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വരും, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിയും സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ചൂടായി വരട്ടെ, കുറച്ച് സമയം എടുക്കും. നമ്മുടെ പഞ്ചസാര കുറേശ്ശെ ഉരുകി വന്നിട്ടുണ്ട്. ഉരുകി വരുന്നേ ഉള്ളൂ, കുറച്ച് സമയം കൂടി എടുക്കും. കണ്ടോ, കുറേശ്ശെ കളർ മാറി വരുന്നുണ്ട് പഞ്ചസാര നല്ലപോലെ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കണം, അതാണ്. അപ്പോൾ അതേ ഇവിടെ കളർ മാറി വരുന്നുണ്ട്, നോക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. കുറച്ചും കൂടെ കളറായി വരണം. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് നല്ലപോലെ ഉരുകി കളറായിട്ട് വരണം. ഒരു ബ്രൗൺ നിറത്തിലേക്ക് വരണം. ഇപ്പം ബ്രൗൺ നിറമായിട്ടുണ്ട്, എങ്കിലും ഒരല്പസമയം കൂടി വേണം. നല്ലപോലെ കളറായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയും ഇത് 1/2 കപ്പ് വെള്ളമുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് നീങ്ങി നിന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മേത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അതായത് ഒരുപാട് കുറുകണ്ട, ഇപ്പം നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 3/4 കപ്പൊക്കെ ആയി വരട്ടെ, തിളച്ചൊന്ന് വറ്റട്ടെ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പ്, അല്പം മതി, കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, അതായത് വിനീഗർ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരുമാതിരി വെള്ളം വറ്റി വന്നിട്ടുണ്ട്, കുറുകി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരല്പസമയത്തിനകം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒന്നും ആഡ് ചെയ്യാനുമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. സോയാ സോസ് റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ സോയാ സോസ് ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് സമയം മതി, കുറച്ച് ഇൻഗ്രീഡിയൻസുമേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ചൈനീസ് ഡിഷസൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതിൽ നമുക്ക് സോയാ സോസിന് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയാകുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.